കവളനാട് പഞ്ചായത്തിലെ കിളിയേലിച്ചിറയുടെ സംരക്ഷണത്തിനായി ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച കരിങ്കൽ കെട്ട് തകർന്നു വീണു. ചിറയോട് ചേർന്നുള്ള 2 വീട്ടുകാരുടെ വഴിയും ഇതോടൊപ്പം ഇല്ലാതായി. നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മറ്റു ഭാഗങ്ങളിലും കരിങ്കൽ കെട്ട് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. കവളങ്ങാട് പഞ്ചായത്തിലെ കിളിയേലിച്ചിറയിൽ 8 വർഷം മുമ്പ് നിർമ്മിച്ച കരിങ്കൽ കെട്ടാണ് തകർന്നു വീണത്. ബുധനാഴ്ച രാവിലെയാണ് സംഭവം. ചിറയ്ക്ക് ചുറ്റും നിർമ്മിച്ച നടപ്പാത ഉൾപ്പെടെ ഇടിഞ്ഞിട്ടുണ്ട്. 2 വീടുകളിലേക്കുള്ള വഴിയും ഇല്ലാതായി. ചിറയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുമ്പോഴാണ് കരിങ്കൽ കെട്ടിന് തകർച്ചയുണ്ടായത്. കിളിയേലിൽ രവി ഓമന ദമ്പതികളുടെയും കിളിയേലിൽ കുട്ടി തങ്ക ദമ്പതികളുടെയും വീടുകളിലേക്കുള്ള വഴിയാണ് നഷ്ടപ്പെട്ടത്. പൈപ്പ് ലൈനും തകർന്നിട്ടുണ്ട്. ഇതുമൂലം വീട്ടുകാരുടെ വെള്ളം കുടിയും മുട്ടി. രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ കവളങ്ങാട് ചിറയുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ചിറയുടെ കെട്ട് ഇടിഞ്ഞ് കീപ്പോട്ട് ചാടിപ്പോയി. ഈ കെട്ട് ഇടിഞ്ഞ് ചാടിപ്പോയത് കൊണ്ട് എനിക്ക് നടക്കാനോ ഒന്നിനും എൻ്റെ വീട്ടിൽ കയറാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. എൻ്റെ വീടിന് പോലും എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇത് ഇത്രയും വലിയ കെട്ട് കീപ്പോട്ട് ഇടിഞ്ഞു പോയിപ്പം ഇപ്പം ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം ഈ കെട്ട് ഇടിഞ്ഞു പോയത് കൊണ്ട് എൻ്റെ വീട്ടിൽ കയറാൻ പോലും എനിക്ക് നിവൃത്തിയില്ല. എൻ്റെ ഭർത്താവും ഞാനും മാത്രമാണ് ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു വഴിയില്ല വേറെ നടന്ന് കയറാനായിട്ട്. 2015-2020 ഭരണസമിതിയുടെ കാലത്ത് നിർമ്മിച്ച കരിങ്കൽ കെട്ടാണ് തകർന്നത്. ഇതിനു മുമ്പും മറ്റു ചില ഭാഗങ്ങളിൽ തകർച്ചയുണ്ടായതാണ്. കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് തകർന്ന ഭാഗങ്ങൾ ബലപ്പെടുത്തുകയും നടപ്പാത ഉൾപ്പെടെ നിർമ്മിക്കുകയും ചെയ്തു. ഈ നടപ്പാതയും ഇപ്പോൾ തകർന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് കാരണമെന്നാണ് പറയുന്നത്. ബെൽറ്റ് വാർക്കയില്ലാതെ ഉയരത്തിൽ ഭിത്തി നിർമ്മിച്ചതാണ് വിനയായത്. അടിത്തറയ്ക്കും വേണ്ടത്ര ഉറപ്പില്ല. അവശേഷിക്കുന്ന ഭാഗവും തകരാനുള്ള സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. തങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി എത്രയും വേഗം പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. എന്താ വെച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് ഒരു ഞങ്ങൾക്ക് സ്വീകരിച്ച് തരണം. കാരണം അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കയറണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു വെള്ളം കുടിച്ചിടുന്ന ടാപ്പ് പോലും പോയി. ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പോലും കുടിക്കാൻ വെള്ളമില്ല. ഞങ്ങൾ ടാപ്പ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. ആ ടാപ്പ് പോലും മുറിഞ്ഞു. ഈ ചിറ ഇടിഞ്ഞ് കീപ്പോട്ട് പോയപ്പം ആ പൈപ്പും പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വെള്ളമില്ല. ഞങ്ങളിനി വെള്ളം കാശ് കൊടുത്ത് മേടിച്ച് കൊടുത്താലും ഞങ്ങൾക്ക് വീട്ടിൽ കയറാനുള്ള യാതൊരു സാഹചര്യം ഇല്ലാത്ത രീതിയിലാണ്. ഞാൻ പറയുന്ന തെറ്റെന്നാണ് ഒന്നുമല്ല. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കത് സഹായം ചെയ്ത് ഇത് പണി പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് തരണം എന്നാണ് എനിക്ക് പറയാം. ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് ഞങ്ങൾക്ക് കയറണം. എനിക്ക് അത്രയും പറയാനുള്ളൂ. GTV ന്യൂസ്, കവളങ്ങാട്.